ബട്ടർഫ്ലൈ ഗേൾ 85 പ്രശാന്ത് മുരളി സംവിധാനം ചെയ്ത ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി. മാർച്ച് 6 അത് ഇറങ്ങിയത്. സോഷ്യൽ മീഡിയ എങ്ങനെ ഒരാളുടെ ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്നു എന്നും ആ ഐഡൻറ്റിറ്റി സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിയാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു മൂവിയാണ് ബട്ടർഫ്ലൈ ഗേൾ 85. ഇതിലെ ബേസിക് കോൺസെപ്റ്റ് ആൻഡ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്ന ഒരു കുട്ടി അത് വളർന്ന് ഒരു സ്ത്രീയായി മാറുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഇത്. അതിലൊരുപാട് റിലേറ്റബിലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഒരുപാട് അവാർഡ്സ് മേടിച്ചു കൂട്ടിയ ഒരു മൂവി കൂടിയാണ്. ആക്ച്വലി റിലീസിന് മുമ്പേ തന്നെ ഒരുപാട് അവാർഡ്സ്, ഇൻ്റർനാഷണൽ ആയാലും നാഷണൽ ആയാലും ആയിട്ടുള്ള അവാർഡ്സ് മേടിച്ചു കൂട്ടിയ ഒരു മൂവിയാണ് ബട്ടർഫ്ലൈ ഗേൾ 85. ഈ മൂവിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയായ സ്വീറ്റി ബെർണാഡ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ സ്വീറ്റി ബെർണാഡ് എന്ന വ്യക്തിയെ ട്രാൻസ്ജെൻഡറായി തന്നെ കാണിക്കുന്ന, അതായത് ട്രാൻസ്ജെൻഡർ ക്യാരക്ടറിനെ ഒരു ട്രാൻസ്ജെൻഡറിനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച ഒരു മൂവിയാണ്. ഞാൻ കണ്ടിരിക്കുന്നതിൽ ഒരു ഫസ്റ്റ് മൂവിയാണിത്. ബിക്കോസ് ജനറലി ഒരു ട്രാൻസ്ജെൻഡർ ക്യാരക്ടറിനെ ഒരു സിസ് ജെൻഡറിനെ കൊണ്ട് ട്രാൻസ്ജെൻഡർ ആക്കി കാണിക്കുകയാണ് പൊതുവെ ചെയ്യാറ്. പക്ഷേ ഇതിൽ ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളെ കൊണ്ട് വെച്ച് തന്നെയാണ് ചെയ്യിച്ചിരിക്കുന്നത്. ഇതൊരു മ്യൂസിക്കൽ മൂവിയാണ്. അതായത് അത്യാവശ്യം നല്ല രീതിക്കുള്ള മ്യൂസിക്സും നല്ല വൈബുള്ള മ്യൂസിക്സും ഒക്കെ ഉള്ളൊരു മൂവിയാണ്. ആൻഡ് നല്ല ലിറിക്കൽ മ്യൂസിക്സ് ആണ്. ലിറിക്സിനൊക്കെ ഒരുപാട് മീനിങ്സ് ഉള്ള കുറച്ച് മ്യൂസിക്സ് ഉള്ള ഒരു മൂവിയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സ്വീറ്റി ബെർണാഡ് ഉണ്ട്. ധന്യനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ PT ടീച്ചറായിട്ട് വന്ന ധന്യനാഥ് എന്ന ആക്ടർ ഉണ്ട്. ധന്യനാഥ് തന്നെയാണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും. പിന്നൊരു ആക്ടർ അനുപ്രഭയുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് വാവയുണ്ട്, ഇഷിക എന്ന് പറഞ്ഞൊരു ചൈൽഡ് ആക്ടർ. പുള്ളിക്കാരിയുടെ ആദ്യത്തെ മൂവിയാണ്. ആൻഡ് ഷി ഹസ് ഡൺ റിയലി ഗുഡ് ഇൻ ദാറ്റ്. ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ ഈസ് ഫ്രണ്ട്ഷിപ്പിനെ ഇതിൽ കാണിക്കുന്നത് ഭയങ്കര പ്യുവറായിട്ടാണ്. ഭയങ്കര ഒരു ഇപ്പോൾ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത്, ഒരു മാൻ ആൻഡ് വുമൻ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും അതിലൊരു അഡൾട്രേഷൻ ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പായി അതിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസസ് പോലും ഇല്ലാത്ത ഒരു ആയിട്ടൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലെ മെയിൻ ക്യാരക്ടർ ധന്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഷീ ഹാസ് എ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. അപ്പം ആ പുള്ളിക്കാരിയുടെ സ്ട്രെങ്ത്തും പില്ലറും ഒക്കെ ഈ ഒരു ഗ്രൂപ്പാണ്. സോ അങ്ങനത്തെ ഒരു ഫാക്ടർ എനിക്ക് ഭയങ്കര പ്ലീസിങ് ആയിട്ട് തോന്നി. സോ ഈ സിനിമ കണ്ടിട്ടുള്ളവർ, ഇനി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. കണ്ടിട്ട് താഴെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.